പ്രവാസികളായാലും നമ്മളെ കേൾക്കുന്ന നാട്ടിലുള്ള സാധാരണക്കാരായാലും കച്ചവടക്കാരായാലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്തിനാണ് ലോൺ എടുക്കുന്നത് എന്നുള്ളത് രണ്ടാമതാണ്, അത് വീണ്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ബേസിക് ആയിട്ട് എടുക്കുന്ന ഈ ലോൺസ് നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് പലിശയുമായിട്ടുള്ള ഇടപാടുണ്ട്. എങ്ങനെയാണ് ഒരാള് കടം മേടിക്കേണ്ടത്? ഒരു ഇൻഡിവിജ്വലിന്റെ പൈസ ലെൻഡ് ചെയ്യുന്നതാണോ നല്ലത്, അതോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണോ? റിക്വയർമെന്റ് പലതും ആവാം. ഇപ്പൊ ഒരു ബിസിനസ്സുകാരനാകാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാകാം. ഇൻട്രസ്റ്റ് കോമ്പണന്റ് മാറ്റി വെച്ചാൽ, ഇൻട്രസ്റ്റിന്റെ സബ്ജക്ട് മാറ്റി വെച്ചാൽ, നമ്മൾ ഗുഡ് ടൈമിലാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ ബാങ്കിന്റെ ഫെസിലിറ്റി യൂസ് ചെയ്യാം. ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഓൾവേസ് ഫോർ ദി ഇൻഡിവിജ്വൽസ്. 100%. എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തിൽ നിന്ന് ഫസ്റ്റ് പ്രയോറിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുക, ഡെപ്റ്റ് ആയിട്ടല്ല റേസ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ, വളരെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ, ഡെപ്റ്റ് ആയിട്ടാണെങ്കിൽ കൂടെ അതിനെ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക. ബേസിക്കലി ഇത് ഡിഫോൾട്ട് ആവുകയാണെങ്കിൽ എന്ത് എന്നുള്ളതാണല്ലോ. കടം വാങ്ങിച്ചു, ഈ കടം വാങ്ങിച്ച് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ളത് എന്താക്കണം, അവിടെ തീരുമാനിക്കണം. ബാങ്കിന് വളരെ ക്ലിയർ ഉണ്ടാവും, നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ എന്താന്നുള്ളത്, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ചെയ്തോളൂ. ഇൻഡിവിജ്വൽ എടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് ഇത് എഴുതി വെക്കുക, എങ്ങനെയാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് നിർബന്ധമായും എഴുതി വെക്കുക. ചിലപ്പോൾ സ്റ്റാമ്പ് പേപ്പറിലാവാം, മിനിമം വെള്ള പേപ്പറിലെങ്കിൽ എഴുതി വെക്കുക. അതിൽ രണ്ടുപേർ ഒപ്പിട്ട് വെക്കുക. അതിനെ ലീഗലി എൻഫോഴ്സ് ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. വാങ്ങിക്കുന്നതിന് കൂടെ തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ളതും കൂടെ എന്താവണം. ഒന്നിക്കൽ ഞാൻ അത് വെയ്വ് ഓഫ് ചെയ്യുന്നുള്ളത് കൊടുക്കുന്ന ആൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്ന് നിങ്ങളുടെ അത് എടുക്കാൻ പറ്റും എന്നുള്ളതും അവിടെ എഴുതി വെക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കൊടുക്കൽ വാങ്ങലിനേക്കാളും കൂടുതൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ളത് കൊടുക്കുന്ന സമയത്ത് തന്നെ തീരുമാനിക്കണം.